ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകളിലേക്ക്. യുഎഇയിൽ താപനില കുതിച്ചുയരുന്നു. ഉയർന്ന താപനില കണക്കിലെടുത്ത് പള്ളികളിലെ വെള്ളിയാഴ്ച പ്രഭാഷണങ്ങൾ 10 മിനിറ്റാക്കി ചുരുക്കാൻ അധികൃതർ ഇമാമുമാരോട് ആവശ്യപ്പെട്ടു. ഇന്ന് 50 ഡിഗ്രിയോടടുത്താണ് യുഎയിൽ പലയിടങ്ങളിലും താപനില രേഖപ്പെടുത്തിയത്. ഈ സാഹചര്യത്തിലാണ് പള്ളികളിലെ വെള്ളിയാഴ്ച ഖുതുബ 10 മിനിറ്റായി ചുരുക്കാൻ അധികൃതർ രാജ്യത്തെ ഇമാമുമാരോട് ആവശ്യപ്പെട്ടത്. ജുമാക്കെത്തുന്നവരുടെ തിരക്ക് മൂലം യുഎയിലെ മിക്ക പള്ളികളിലും നമസ്കരിക്കുന്നവരുടെ നീണ്ട നിര പള്ളിക്ക് പുറത്തേക്ക് നീളുന്നത് സാധാരണ കാഴ്ചയാണ്. പള്ളിയിലെത്തുന്നവരുടെ സുരക്ഷ കണക്കിലെടുത്ത് മതകാര്യ വകുപ്പാണ് നിർദ്ദേശം നൽകിയത്. നാളെ മുതൽ ഒക്ടോബർ വരെ ഖത്തീബുമാർ ഇക്കാര്യം പാലിക്കണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സൗദിയും സമാനമായ രീതിയിൽ വെള്ളിയാഴ്ച ഖുതുബയുടെ സമയം ചുരുക്കിയിരുന്നു. അതേസമയം കനത്ത ചൂട് രേഖപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കൂടുതൽ വെള്ളം കുടിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 ദുബായ്. സന്ദർശക വിസയുമായി ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമാണെന്ന് ദുബായിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ്. സന്ദർശക വിസ കാലാവധി കഴിഞ്ഞ് 5 ദിവസത്തിൽ കൂടുതൽ താമസിക്കുന്നവരെ നാടുകടത്തുമെന്ന വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ഈ വാർത്തകൾ വിശ്വസിക്കരുതെന്നും വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റിന്റെ ഔദ്യോഗിക ചാനലുകളെ ആശ്രയിക്കണമെന്നും GDRFI വ്യക്തമാക്കി. ദുബായ് സമ്മർ എക്സ്പ്രസിന് നാളെ തുടക്കമാകും. കുടുംബങ്ങളെയും കുട്ടികളെയും ഒരേപോലെ ആകർഷിക്കുന്ന രീതിയിലാണ് ഇത്തവണയും പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ദുബായ് ടൂറിസം വകുപ്പ് അറിയിച്ചു. ദുബായിലെ വേനൽക്കാല ഷോപ്പിംഗ് മാമാങ്കമായ ദുബായ് സമ്മർ സർപ്രൈസസിന്റെ 27ാമത് പതിപ്പിനാണ് ദുബായിൽ തുടക്കമാകാൻ ഒരുങ്ങുന്നത്. ലക്ഷക്കണക്കിന് ദിർഹത്തിന്റെ സമ്മാനങ്ങൾ, വിലക്കിഴിവുകൾ, വൈവിധ്യമാർന്ന വിനോദ പരിപാടികൾ എന്നിവയാണ് DSSന്റെ പ്രധാന ആകർഷണങ്ങൾ. താമസക്കാർക്കും സന്ദർശകർക്കുമായി മികച്ചൊരു വേനൽക്കാലം സമ്മാനിക്കാനുള്ള ഒരുക്കത്തിലാണ് തങ്ങളെന്ന് സംഘാടകരായ ദുബായ് ഫെസ്റ്റിവൽസ് ആൻഡ് റീറ്റെയിൽസ് എസ്റ്റാബ്ലിഷ്മെന്റ് അറിയിച്ചു. ഈ വർഷം DSSൽ 800-ലധികം ബ്രാൻഡുകളും 3500-ലധികം ഔട്ട്ലെറ്റുകളും പങ്കാളികളാകും. ലോകത്തിന്റെ വിവിധയിടങ്ങളിലെ പ്രശസ്ത കലാകാരന്മാരുടെ നേതൃത്വത്തിൽ കലാപരിപാടികൾ ഉൾപ്പെടെ ഇത്തവണ അരങ്ങേറുമെന്നും അധികൃതർ അറിയിച്ചു. സെപ്റ്റംബർ 1 വരെയാണ് ഇത്തവണത്തെ മേള നീണ്ടു നിൽക്കുക. 24 ദുബായ്. ജിദ്ദ സീസൺ ഫെസ്റ്റിവലിന് ഇന്ന് തുടക്കം. 2 മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന മേളയിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ കലാസാംസ്കാരിക പരിപാടികൾ ഉണ്ടാകും. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായാണ് മേള. വൺസ് അഗെയിൻ അഥവാ ഒരിക്കൽ കൂടി എന്ന പേരിലാണ് ഇത്തവണ ജിദ്ദ സീസൺ ഫെസ്റ്റിവൽ നടക്കുന്നത്. ജിദ്ദ വാട്ടർ ഫ്രണ്ടിലെ ആർട്ട് പ്രൊമിനേഡിൽ ഇന്ന് രാത്രി ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം നടക്കും. 2 മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന വൈവിധ്യമാർന്ന വിനോദ സാംസ്കാരിക പരിപാടികൾ ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. കലാ കായിക മത്സരങ്ങൾ, സംഗീത പരിപാടികൾ, ഷോപ്പിംഗ് ഫെസ്റ്റിവൽ തുടങ്ങിയവ സന്ദർശകരെ കാത്തിരിക്കുന്നു. വാർണർ ബ്രദേഴ്സിന്റെ ഗെയിമുകളും വിനോദ പരിപാടികളും ഫെസ്റ്റിവലിന്റെ പ്രത്യേകതയായിരിക്കും. സിറ്റി വാക്ക്, അമീർ മാജിദ് പാർക്ക്, ബലദ്, ആർട്ട് പ്രോമിനേഡ്, യാട്ട് ക്ലബ്ബ്, കോർണിഷിലെ ഇമാജിൻ മോണറ്റ് എന്നിവയുൾപ്പെടെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിപാടികളുണ്ടാകും. സിറ്റി വാക്കിൽ കൈറോ നൈറ്റ് സിറ്റി, ചൈന സിറ്റി, ഫൺലാൻഡ്, ഹൊറർ വില്ലേജ്, വണ്ടർവാൾ തുടങ്ങിയവ സജ്ജീകരിച്ചിട്ടുണ്ട്. കോർണിഷിൽ രാത്രി കരുമരുന്ന് പ്രയോഗമുണ്ടാകും. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളുടെ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. 2022 ഇതിനു മുമ്പ് ജിദ്ദ സീസൺ ഫെസ്റ്റിവൽ നടന്നത്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കുവൈറ്റ് മംഗഫ് വെസ്റ്റ് യൂണിറ്റ് ജോയിന്റ് കൺവീനർ മഞ്ജിത് S കുറ്റൂർ അന്തരിച്ചു. 33 വയസ്സായിരുന്നു. പത്തനംതിട്ട തിരുവല്ല കുറ്റൂർ സ്വദേശിയാണ്. സംസ്കാരം ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് വള്ളംകുളം അലച്ചക്കോട് താഴത്തുമല വീട്ടിൽ നടക്കും. കുവൈറ്റിൽ ടയറുകൾ കുമിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ശില്പശാല സംഘടിപ്പിച്ചു. വിവിധ മന്ത്രാലയങ്ങളുടെയും സർക്കാർ ഏജൻസികളുടെയും പ്രതിനിധികൾ പങ്കെടുത്തു. ഉപയോഗശൂന്യമായ ടയറുകൾ സംസ്കരിച്ച് റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കാമെന്ന നിർദ്ദേശവും ഉയർന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. മഴക്കെടുതിയിൽ ഇന്ന് 3 മരണം. തിരുവനന്തപുരത്ത് പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് ഒരാൾ മരിച്ചു. കോഴിക്കോട് ഒളവണ്ണയിൽ നടപ്പാലത്തിൽ നിന്ന് കാൽവഴുതി വീണ് യുവാവിന് ദാരുണാന്ത്യം. തീരപ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമാണ്. സർക്കാർ നടപടി അപര്യാപ്തമെന്നാരോപിച്ച് പലയിടത്തും ജനങ്ങൾ തെരുവിലിറങ്ങി. എറണാകുളത്ത് എടവനക്കാട് പഞ്ചായത്തിൽ നാളെ ജനകീയ സംരക്ഷണ സമിതി ഹർത്താൽ പ്രഖ്യാപിച്ചു. വടക്കൻ കേരളത്തിൽ പലയിടത്തും നദികൾ കരകവിഞ്ഞു. തിരുവനന്തപുരം നഗരൂരിൽ ആടിന് പച്ചില ശേഖരിക്കാൻ പോയപ്പോൾ പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റാണ് സഫിയുദ്ദീൻ മരിച്ചത്. കോഴിക്കോട്ട് നടപ്പാലത്തിൽ നിന്ന് കാൽ വഴുതി ഒളവണ്ണ സ്വദേശി രതീഷ് മരിച്ചു. ശക്തമായ മഴയിൽ തിരുവനന്തപുരം കോട്ടൂരിൽ 2 വീടുകളും കൊല്ലത്ത് 1 വീടും തകർന്നു. ആർക്കും പരുക്കില്ല. കോട്ടയം പാലായിൽ വീടിന് മുകളിലേക്ക് മതിലിടിഞ്ഞു വീണു. വിദ്യാർത്ഥിനി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തിരുവാതുക്കലിൽ ശക്തമായ കാറ്റിൽ നിരവധി വീടുകളുടെ മേൽക്കൂര തകർന്നു. ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി.
പത്തനംതിട്ട തിരുവല്ല ശ്രീമൂലപുരത്ത് 10ഓളം വീടുകളിൽ വെള്ളം കയറി. ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിന്റെ വളപ്പിലും വെള്ളം കയറി. എറണാകുളം കണ്ണമാലിയിൽ കടലാക്രമണത്തിൽ വീടിടിഞ്ഞു വീണു. കാക്കനാട് ഇൻഫോ പാർക്ക് റോഡിൽ മരം വീണ് 3 വൈദ്യുത പോസ്റ്റുകൾ തകർന്നു. പാലക്കാട് അട്ടപ്പാടിയിൽ ശക്തമായ കാറ്റിൽ വൈദ്യുതി പോസ്റ്റുകൾ നിലം പൊത്തി. കോഴിക്കോട് മാവൂർ, ചാത്തമംഗലം പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. കണ്ണൂർ ആലക്കോട് കാർത്തികപുരത്ത് സ്കൂളിന്റെ മതിൽക്കെട്ട് റോഡിലേക്ക് തകർന്നു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ചൊക്ലിയിൽ കൂറ്റൻ മരം ഒടിഞ്ഞു വീണ് 3 കാറുകൾ തകർന്നു. വയനാട് പുൽപ്പള്ളിയിൽ റോഡിന് കുറുകെ മരം വീണ് വീടിന്റെ മതിൽ തകർന്നു. ജില്ലയിൽ ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. കാസർഗോഡ് മൂന്നാം കടവ് കൂവാരയിലെ ഉരുൾപൊട്ടലിൽ വ്യാപക കൃഷിനാശമുണ്ടായി. ചെർക്കളയ്ക്കും ബേവിഞ്ചയ്ക്കുമിടയിൽ മണ്ണിടിച്ചിലുണ്ടായി. കുറ്റിക്കോലിൽ ഗൂഗിൾ മാപ്പ് നോക്കി വന്ന കാർ യാത്രക്കാർ ഒഴുക്കിൽപ്പെട്ടു. അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളുടെ തീരമേഖലകളിൽ കടലാക്രമണം രൂക്ഷമാണ്. ചാവക്കാട്ട് ഒട്ടേറെ വീടുകൾ കടലാക്രമണ ഭീഷണിയിലാണ്. ആലപ്പുഴ ആറാട്ടുവഴിയിൽ ഇന്നലെ മതിലിടിഞ്ഞു വീണ് മരിച്ച 14-കാരൻ അൽ ഫയാസിന്റെ മൃതദേഹം സംസ്കരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. സംസ്ഥാനത്ത് 2 ദിവസം കൂടി ശക്തമായ മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പ് നൽകി. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഉയർന്ന അളവിൽ മഴ പെയ്യുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ നീത കെ ഗോപാൽ 24നോട് പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ട്. വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത. മധ്യ കേരളത്തിലും മലയോര മേഖലയിലും മഴ കനത്തേക്കും. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ യെല്ലോ മുന്നറിയിപ്പുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. നാളെ കഴിഞ്ഞ് മഴയുടെ തീവ്രത കുറയും. തീവ്രത കുറഞ്ഞ നിലയിൽ പരക്കെ മഴയ്ക്കുള്ള സാധ്യത 2 ദിവസം കൂടി നീണ്ടു നിൽക്കുന്നുണ്ട്. ഇന്നും നാളെയാകുമ്പോൾ തീവ്രത വീണ്ടും കുറയും. അതിനുശേഷം സാധാരണ നിലയിലേക്കുള്ള സാധാരണഗതിയിലുള്ള മിതമായതോ നേരിയ തോതിലുള്ള മഴയെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. നദികളിലെ ജലനിരപ്പ് അപകടകരമായി ഉയരുന്ന സാഹചര്യത്തിൽ പത്തനംതിട്ട മണിമലയാറ്റിലെ കല്ലൂപ്പാറ സ്റ്റേഷനിൽ കേന്ദ്ര ജല കമ്മീഷൻ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കരമനയാറിലെ വെള്ളൈക്കടവ്, പമ്പയിലെ മടമൺ, അച്ചൻകോവിലെ തുമ്പമൺ, മണിമലയാറ്റിലെ പുല്ലക്കയാർ, തൊടുപുഴയിലെ മണക്കാട്, ഗായത്രിപ്പുഴയിലെ കൊണ്ടാഴി സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുള്ളതിനാൽ കൊല്ലം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. 24 തിരുവനന്തപുരം. കനത്ത മഴയെ തുടർന്ന് കോട്ടയം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്, ചെങ്ങന്നൂർ, ചേർത്തല, അമ്പലപ്പുഴ താലൂക്കുകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ്. ട്യൂഷൻ സെന്ററുകൾക്കും അംഗനവാടികൾക്കും അവധി ബാധകമാണ്. മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. വയനാട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അംഗനവാടികൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴ തുടരുന്ന സാഹചര്യത്തിൽ പകർച്ചവ്യാധികൾക്കെതിരെ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. പകർച്ചവ്യാധി പ്രതിരോധത്തിന്റെ ഭാഗമായി പ്രത്യേക ആക്ഷൻ പ്ലാൻ രൂപീകരിക്കും. ചത്ത മൃഗങ്ങളെയും പക്ഷികളെയും മുൻകരുതലുകളില്ലാതെ കൈകൊണ്ട് തൊടരുത്. വളർത്തുമൃഗങ്ങളെ പരിപാലിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ആശുപത്രി സന്ദർശകർ മാസ്ക് ധരിക്കണം. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കണം. വാട്ടർ തീം പാർക്കുകളിലെയും സ്വിമ്മിംഗ് പൂളുകളിലെയും വെള്ളം കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാക്കണമെന്നും നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. T20 ലോകകപ്പ് സെമിയിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന് 172 റൺസ് വിജയലക്ഷ്യം. ഇന്ത്യ 7 വിക്കറ്റിന് 171 റൺസ് എടുത്തു. 57 റൺസ് എടുത്ത നായകൻ രോഹിത് ശർമ്മയാണ് ടോപ്പ് സ്കോറർ. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അനിൽ, എങ്ങനെയാണ് ഇന്ത്യയുടെ പ്രതീക്ഷ? പ്രവിത, ഇന്ത്യ ഒരു ഡീസന്റ് ടോട്ടൽ തന്നെയാണ് ഇംഗ്ലണ്ടിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. 172 റൺസ് എന്ന വിജയലക്ഷ്യമാണ് ഇംഗ്ലണ്ടിന് മറികടക്കാനുള്ളത്. ഇന്ത്യ 7 വിക്കറ്റ് നഷ്ടത്തിലാണ് 171 റൺസ് എടുത്തത്. നായകൻ രോഹിത് ശർമ്മയുടെ
തുടർച്ചയായ രണ്ടാം മത്സരത്തിലും അർദ്ധ സെഞ്ചുറി നേടിയ നായകൻ രോഹിത് ശർമ്മയുടെ മികവിലാണ് ഇന്ത്യ ഈ മികച്ച സ്കോറിലേക്ക് എത്തിയത്. 39 പന്തിലാണ് രോഹിത് 57 റൺസ് എടുത്ത. ക്യാപ്റ്റൻ എന്ന നിലയിൽ 5000 റൺസ് പൂർത്തിയാക്കിയ രോഹിത് വേൾഡ് കപ്പിൻ്റെ 2020 വേൾഡ് കപ്പിൽ 50 സിക്സറുകൾ നേടുകയും ചെയ്തു. ഇങ്ങനെ വിവിധ നാഴികക്കല്ലുകളോടെ പിന്നിട്ടാണ് രോഹിത് ഇന്ത്യയെ ഒരു മികച്ച സ്കോറിലേക്ക് എത്തിച്ചത്. 47 റൺസ് എടുത്ത സൂര്യകുമാർ യാദവും ഒപ്പം തന്നെ 23 റൺസ് എടുത്ത ഹർദിക് പാണ്ഡ്യയും പുറത്താകാതെ 17 റൺസ് എടുത്ത രവീന്ദ്ര ജഡേജയും കൂടി പൊരുതിയപ്പോൾ ഗയാനയിലെ ഈ ഒരു ഡിഫിക്കൽട്ട് പിച്ചിൽ, ഒരു ട്രിക്കി പിച്ചിൽ ഇന്ത്യ ഒരു മികച്ച സ്കോർ തന്നെയാണ് പടുത്തുയർത്തിയിരിക്കുന്നത്. 171 എന്നുള്ളത് ഇംഗ്ലണ്ടിന് ഇത്തരത്തിൽ മറികടക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ സ്പിന്നർമാരെല്ലാം തന്നെ മികച്ച ഫോമിലാണ്. പിച്ച് വലിയ രീതിയിൽ മഴയ്ക്ക് ശേഷം വലിയ രീതിയിൽ മാറിയിട്ടുണ്ട്. വളരെ ലോ ആയിട്ടാണ് പന്ത് വരുന്നത്. ഇന്ത്യൻ ബാറ്റർമാർ വലിയ പാടുപെട്ടു. ഒരുപക്ഷെ ഇന്ത്യക്ക് ഇടയ്ക്ക് മഴ പെയ്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ 200 എന്ന സ്കോറിലേക്ക് പോകുമായിരുന്നു. ആ ഒരു മൊമെൻറ്റം നഷ്ടപ്പെട്ടതോടുകൂടിയാണ് ഇന്ത്യയുടെ സ്കോർ പോലും 171 ഒതുങ്ങിയത്. പക്ഷേ ഇന്ത്യക്ക് ഒരു ഡീസൻറ്റ് ടോട്ടൽ എന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന അല്ലെങ്കിൽ പല വിദഗ്ധരും നിരീക്ഷിക്കുന്നത്. എന്തായാലും ഇന്ത്യക്ക് ജയിച്ച ഫൈനലിൽ എത്താൻ സാധിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ ബുംറയിലും കുൽദീപ് യാദവിലും അക്സർ പട്ടേലിലും ഒക്കെ നമ്മൾ പ്രതീക്ഷ വയ്ക്കുകയാണ്. ഇംഗ്ലണ്ടിനെ നിലവിലെ ചാമ്പ്യന്മാരെ ഇന്ത്യ എറിഞ്ഞിടുമെന്ന് തന്നെ നമുക്ക് കരുതാം. പ്രവിധ. ശരി, സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകിയത്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ശിക്ഷയിളവ് നൽകാനുള്ള നീക്കം വിവാദമായതിന് പിന്നാലെ ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി തടയൂരാൻ സർക്കാരിന്റെ ശ്രമം. ശിക്ഷാ ഇളവിനുള്ള പട്ടികയിൽ ടി.പി. കേസ് പ്രതികളെ ഉൾപ്പെടുത്തിയ 3 ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. പ്രതിപക്ഷം നിയമസഭയിൽ വിഷയം ഉയർത്തുന്നതിന് തൊട്ടു മുൻപായിരുന്നു സർക്കാരിന്റെ നീക്കം. സർക്കാരിന്റെ ശമ്പളം പറ്റി പ്രതിപക്ഷത്തിനായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് പോലീസിനെതിരെ മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. ചട്ടം 50 പ്രകാരം ഇന്ന് ലഭിച്ചിരിക്കുന്ന നോട്ടീസ് ടി.പി. ചന്ദ്രശേഖരൻ കൊലപാതക കേസ് പ്രതികൾക്ക് ശിക്ഷയിളവ് നൽകാൻ ശ്രമിക്കുന്നതായി പറയപ്പെടുന്ന നീക്കത്തെ സംബന്ധിച്ചാണ്. ഇത്തരമൊരു നീക്കം ഉണ്ടായിട്ടില്ല എന്ന കാര്യം ഇതിനകം വ്യക്തമാക്കപ്പെട്ടു കഴിഞ്ഞ സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ മറ്റ് അടിയന്തര പ്രാധാന്യമില്ലാത്തതിനാൽ ചട്ടം 52(5) പ്രകാരം നോട്ടീസ് നിരക്കുകയാണെന്ന്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച ഇതേ വിഷയം അടിയന്തര പ്രമേയമായി കൊണ്ടുവരാൻ പ്രതിപക്ഷം ശ്രമിച്ചപ്പോൾ സ്പീക്കറുടെ മറുപടി ഇതായിരുന്നു: സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു നീക്കവുമില്ലെന്ന്. ഇന്ന് ആദ്യ സബ്മിഷനായി പ്രതിപക്ഷ നേതാവ് വിഷയം വീണ്ടും ഉയർത്തി. അത് പരിഗണിക്കുന്നതിന് തൊട്ടു മുൻപ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ഉത്തരവിട്ടു. കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ. ശ്രീജിത്ത്, അസിസ്റ്റന്റ് സൂപ്രണ്ട് ബി. ജി. അരുൺ, അസിസ്റ്റന്റ് പ്രസൺ ഓഫീസർ ഒ. വി. രഘുനാഥ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. പ്രതികൾക്ക് ശിക്ഷയിളവ് നൽകാനുള്ള നീക്കമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കെ. രമയുടെ മൊഴി ഇന്നലെയും രേഖപ്പെടുത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ്. ഇതൊരു അഭ്യൂഹമാണ് സാർ. ഈ ജയിൽ സൂപ്രണ്ട്, സർക്കാരല്ല പറഞ്ഞത്, ജയിൽ സൂപ്രണ്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് അയച്ച കത്ത് എങ്ങനെ അഭ്യൂഹം? മാനദണ്ഡങ്ങൾ ലംഘിച്ച ഒരാൾക്കും ഇളവ് നൽകില്ലെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി നൽകി എം.ബി. രാജേഷ്. നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പരിഗണനയും ഒരാൾക്കും കൊടുക്കില്ല, നിയമവിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കുകയില്ല എന്ന കാര്യം അസന്നിഗ്ധമായി വ്യക്തമാക്കിയതാണ്. ഇളവ് നൽകാനുള്ള നീക്കം സജീവമാണെന്ന് കെ. രമയും കുറ്റപ്പെടുത്തി. നമ്മളെ സഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ച അടിയന്തര പ്രമേയം അവതരിപ്പിച്ചതിന് ശേഷം അതൊക്കെ നിർത്തിവെച്ചു എന്ന് വിചാരിക്കുന്നിടത്താണ് നിർത്തിയിട്ടില്ല, സർക്കാർ മുന്നോട്ട് പോവുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. സർക്കാർ നീക്കത്തിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. വിവാദമായതിനു ശേഷവും കെ. രമയുടെ മൊഴിയെടുത്ത പോലീസ് നീക്കത്തിൽ മന്ത്രി എം.ബി. രാജേഷിന്റെ പ്രതികരണം ഇങ്ങനെ: സബ്മിഷനിലൂടെ യഥാർത്ഥത്തിൽ ഉന്നയിച്ചത് അടിസ്ഥാനമില്ലാത്തൊരു കാര്യമാണ്, ഇപ്പൊ പ്രസക്തമല്ലാത്ത ഒരു പ്രശ്നമാണ്. സഭയ്ക്ക് പുറത്തേ വ്യക്തമാക്കി കഴിഞ്ഞ കാര്യമാണ്. വീണ്ടും സഭയിൽ കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയമായിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചു, ഇപ്പൊ സബ്മിഷനായിട്ടൊന്ന് കൊണ്ടുവന്നു. ടി.പി. കേസ് പ്രതികൾക്ക് ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കം തുടർന്നാൽ കടുത്ത പ്രതിഷേധം നടത്തുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ മുന്നറിയിപ്പ്. 24 തിരുവനന്തപുരം. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ ഒരു പ്രതിക്ക് കൂടി ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം പുറത്ത്. 11ാം പ്രതി ട്രൗസർ മനോജിന് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കമാണ് ഒടുവിൽ പുറത്തുവന്നത്. പ്രതിയുടെ ശിക്ഷാ ഇളവിന് മൊഴിയെടുക്കാൻ കൊളവല്ലൂർ പോലീസ് വിളിച്ച വിവരം കെ. രമ MLA ആണ് പുറത്തുവിട്ടത്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ നീക്കം നടത്തിയിട്ടില്ലെന്ന സർക്കാർ വാദം വീണ്ടും പൊളിയുന്നു. അണ്ണൻ സിജിത്ത്, മുഹമ്മദ് ഷാഫി, ടി.കെ. രജീഷ് എന്നിവർക്ക് പുറമെ ട്രൗസർ മനോജ് എന്ന പ്രതിക്കും ശിക്ഷാ ഇളവ് നൽകാൻ നീക്കം. ഇക്കാര്യത്തിൽ മൊഴിയെടുക്കാൻ കൊളവല്ലൂർ പോലീസ് കെ. രമയെ ഫോണിൽ വിളിച്ച വിവരം പ്രതിപക്ഷ നേതാവ് വി. ഡി. സതീശൻ നിയമസഭയിൽ വെളിപ്പെടുത്തി. ഇന്നലെ വൈകുന്നേരം 7:37 രമയുടെ മൊഴി കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ എടുക്കുക. എന്നിട്ട് നിങ്ങൾ ഇത് അഭ്യൂഹമാണ് പറയാ, അഭ്യൂഹമാണ് നിങ്ങൾ പറയാ. ടി.പി. കൊല്ലപ്പെടുമ്പോൾ CPIM കടുങ്ങോൻപൊയിൽ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു ട്രൗസർ മനോജ്.
കണ്ണൂരിലെ തൂവക്കുന്ന് സ്വദേശിയാണ്. ഗൂഢാലോചനയിൽ PK കുഞ്ഞനന്ദനും ജ്യോതിബാബുവിനുമൊപ്പം ട്രൗസർ മനോജും പങ്കെടുത്തിരുന്നെന്ന് വിചാരണാ കോടതി കണ്ടെത്തിയിരുന്നതായി KK രമ MLA. 11ാം പ്രതിയായ ട്രൗസർ മനോജ്, അദ്ദേഹം അന്ന് ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. ബ്രാഞ്ച് സെക്രട്ടറിയായി ഗൂഢാലോചനയിൽ കുഞ്ഞനന്ദനോടൊപ്പം ജ്യോതിബാബുവിനോടൊപ്പം രാമചന്ദ്രനോടൊപ്പം പങ്കെടുത്ത ആളാണ്. അപ്പൊ അദ്ദേഹത്തെ കൂടി വിട്ടയക്കാനുള്ള തീരുമാനം സർക്കാർ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ട്രൗസർ മനോജിന് വിചാരണാ കോടതി ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷിച്ചത്. ഒരു കാരണവശാലും ശിക്ഷാ ഇളവ് നൽകരുതെന്നും 20 വർഷത്തേക്ക് ജയിലിന് പുറത്തുവിടരുതെന്നുമുള്ള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് ബാധകമായ പ്രതികളിൽ ഒരാളാണ് ട്രൗസർ മനോജ്. 24 തിരുവനന്തപുരം. കണ്ണൂരിൽ പാർട്ടി വിട്ട ഡിവൈഎഫ്ഐ മുൻ നേതാവ് മനു തോമസിനെതിരെ ഭീഷണി. നിശബ്ദനാക്കാൻ അധിക സമയം വേണ്ടെന്നാണ് ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരിയുടെ ഭീഷണി. നേതാക്കളെ പരസ്യമായി അപമാനിക്കരുതെന്ന താക്കീതുമായി റെഡ് ആർമി സൈബർ പേജും രംഗത്ത് വന്നു. ഭീഷണിക്ക് മനു തോമസ് ഫേസ്ബുക്കിലൂടെ മറുപടി നൽകി. CPIM വിട്ട മനു തോമസ് P ജയരാജനെതിരെ ഗുരുതരാരോപണം ഉന്നയിച്ചതിന് പിന്നാലെ സൈബർ പോര്. എന്തും വിളിച്ചു പറയാൻ പറ്റില്ലെന്ന് ബോധ്യപ്പെടുത്താൻ അധിക സമയം വേണ്ട, കൂടെയുള്ളവർക്കും മാധ്യമങ്ങൾക്കും സംരക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എന്നിങ്ങനെ പോകുന്നു ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരിയുടെ ഭീഷണി കമന്റ്. പാർട്ടിയെയും നേതാക്കളെയും അപമാനിക്കാൻ നിൽക്കരുതെന്ന റെഡ് ആർമി എന്ന് പേരുമാറ്റിയ PJ ആർമിയുടെ മുന്നറിയിപ്പ്. P ജയരാജനെ പിന്തുണച്ച് പരോളിൽ കഴിയുന്ന TP വധക്കേസ് പ്രതി ഷാഫി മുതൽ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി അർജുൻ ആയങ്കി വരെ പോസ്റ്റുകൾ പങ്കുവച്ചു. വിവാദമായതോടെ പോസ്റ്റുകളെല്ലാം നീക്കം ചെയ്യപ്പെട്ടു. ഭീഷണികൾക്ക് മറുപടിയുമായി മനു തോമസ്. TP ചന്ദ്രശേഖരൻ ഷുഹൈബ് വധങ്ങൾ വിപ്ലവമല്ല വൈകൃതമായിരുന്നുവെന്ന് ഓർമ്മിപ്പിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ്. P ജയരാജനെ സംവാദത്തിന് ക്ഷണിച്ചപ്പോൾ കൊലവിളിയുമായി എത്തിയത് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങൾ. ഇക്കാര്യത്തിൽ ആശ്ചര്യപ്പെടുന്നില്ല. കണ്ണൂരിലെ സംഘടനയെ സംരക്ഷിക്കാൻ ഇവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്നും ചോദ്യം. അതേസമയം തുടർ വിവാദങ്ങളിൽ P ജയരാജൻ ഒഴികെയുള്ള നേതാക്കൾ മൗനം പാലിക്കുന്നുവെന്നതും ശ്രദ്ധേയം. 24 കണ്ണൂർ. അപകീർത്തി പരാമർശത്തിൽ CPIM വിട്ട മനു തോമസിനും ഏഷ്യനെറ്റ് ന്യൂസിനുമെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്ന് P ജയരാജന്റെ മകൻ ജെയിൻ രാജ്. പിതാവിനോടുള്ള വൈരാഗ്യം തീർക്കാൻ തന്നെ അപകീർത്തിപ്പെടുത്തി. നിയമ നടപടി സ്വീകരിക്കാൻ അഭിഭാഷകരുമായി ചർച്ച നടത്തിയതായും ജെയിൻ രാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. P രാജീവിനെതിരെ തുറന്നടിച്ച് CPIM വിട്ട യുവനേതാവ് മനു തോമസ്. പൊതുസമൂഹത്തിൽ വിശുദ്ധനാണെന്ന് സ്ഥാപിക്കാനുള്ള സംവിധാനം P ജയരാജനുണ്ട്. കണ്ണൂരിൽ ഇപ്പോഴും അധോലോക സംവിധാനമുണ്ട്. തന്റെ പരാതിയിൽ പാർട്ടി നടപടിയെടുത്തില്ല. പേടിച്ച അഭിപ്രായം പറയാതിരിക്കില്ലെന്നും പറയാനുള്ളത് പറയുമെന്നും മനു തോമസ് എൻകൗണ്ടർ പ്രൈമിൽ വ്യക്തമാക്കി. ഒരു കാലഘട്ടത്തിൽ സംഭവിച്ച വലിയ തെറ്റുകളുടെ ഭാഗമാണതെല്ലാം. ഒരു കണ്ണൂരിലെയും പ്രദേശത്തെയും പാർട്ടിയിൽ രൂപപ്പെട്ട ഒരു തെറ്റായ രീതിയുടെ ഒരു കാലഘട്ടത്തിലുണ്ടായ സംഭവവാസങ്ങളിൽ പെട്ടതാണ് അതെല്ലാം. അതൊരു വിപ്ലവ പ്രവർത്തനമായിരുന്നില്ല, അത് വൈദികമാണ് എന്നുള്ളത്. പക്ഷെ ഇവരൊക്കെ ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഈ നാട്ടിലെ ആളുകളോട് ഞങ്ങൾ വലിയ പോരാളികളാണെന്നൊക്കെ പറയുന്നത്. നമ്മുടെ ഈ സമൂഹത്തിൽ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പൊതുവിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ജീർണതയുടെ ഭാഗമാണ്. അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കകത്ത് സംഭവിക്കാൻ ഒരിക്കലും പാടില്ലാത്തതാണ്. അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ തിരുത്തപ്പെടേണ്ടത് തിരുത്തുന്നില്ല എങ്കിൽ അത് ആ പാർട്ടിക്കും അത് പ്രവർത്തിക്കുന്ന സമൂഹത്തിനും ഒട്ടും ഗുണകരമല്ല എന്ന അർത്ഥത്തിലാണ് ഞാനത് പറഞ്ഞത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിലും ചോദ്യപേപ്പർ ചോർച്ചയിലും നിഷ്പക്ഷമായ അന്വേഷണം നടത്തുമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. കുറ്റക്കാർക്ക് ശിക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്നും പാർലമെന്റിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ രാഷ്ട്രപതി വ്യക്തമാക്കി. മോദി സർക്കാരിൽ ജനങ്ങൾ വീണ്ടും വിശ്വാസമർപ്പിച്ചെന്നും പുതിയ സർക്കാർ ഐതിഹാസിക തീരുമാനങ്ങൾ എടുക്കുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിലായിരുന്നു ചോദ്യപേപ്പർ ചോർച്ചയിൽ രാഷ്ട്രപതി നയം വ്യക്തമാക്കിയത്. കുറ്റക്കാർക്ക് കടുത്ത ശിക്ഷ നൽകുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. മുമ്പും ചോദ്യപേപ്പർ ചോർന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു. അതുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിനതീതമായ യോജിപ്പ് വിഷയത്തിൽ കാണിക്കാൻ എല്ലാവരും സന്നദ്ധരാകണമെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു നിർദ്ദേശിച്ചു. രാജ്യത്തിന്റെ വികസന തുടർച്ചയാണ് സർക്കാരിന്റെ ഗ്യാരണ്ടി. ലോകത്തെ 3ാമത്തെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈക്കൊള്ളുന്ന നടപടികളെ രാഷ്ട്രപതി അഭിനന്ദിച്ചു. വരുന്ന ബഡ്ജറ്റ് ചരിത്രപരമാകുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. दुनिया देख रही है कि भारत के लोगों में लगातार तीसरी बार स्थिर और स्पष्ट बहुमत की सरकार बनाई है. लोगों ने मेरी सरकार पर लगातार तीसरी बार भरोसा जताया.
സഭയിൽ പിന്തുടരുന്ന രീതികൾ അനുചിതമാണെന്ന് ഉന്നയിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി നേതാക്കൾ സ്പീക്കർക്ക് പരാതി നൽകി. അടിയന്തരാവസ്ഥ അടക്കമുള്ള പരാമർശങ്ങളും ഭരണപക്ഷ പ്രകോപനങ്ങളുമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. സ്പീക്കർ സഭയിൽ അടിയന്തരാവസ്ഥ സംബന്ധിച്ചിട്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത് തെറ്റായിപ്പോയെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അറിയിച്ചു. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. പാർലമെന്റിൽ ഭരണഘടനാ സംരക്ഷണത്തിൽ കൊമ്പുകോർത്ത് BJPയും പ്രതിപക്ഷവും അടിയന്തരാവസ്ഥയെക്കുറിച്ച് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും കൂടി പരാമർശിച്ചതോടെ വിഷയം പാർലമെന്റിനെ പ്രക്ഷുബ്ധമാക്കുമെന്ന് ഉറപ്പായി. അതിനിടെ അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള പരാമർശത്തിൽ സ്പീക്കറെ നേരിട്ട് കണ്ട് ഇന്ത്യ സഖ്യ നേതാക്കൾ പ്രതിഷേധം അറിയിച്ചു. പാർലമെന്റിലും പുറത്തും ഭരണഘടന ഉയർത്തി ഇന്ത്യ സഖ്യം നടത്തുന്ന പ്രചാരണത്തെ പ്രതിരോധിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിയന്തരാവസ്ഥ ആയുധമാക്കിയതോടെ 18ാം ലോക്സഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസം മുതൽ ഏറ്റുമുട്ടലും ആരംഭിച്ചു. നയപ്രഖ്യാപനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു അടിയന്തരാവസ്ഥയെക്കുറിച്ച് പരാമർശിച്ചു. 27 जून है. 25 जून 1975 को लागू हुआ आपातकाल संविधान पर सीधे हमले का सबसे बड़ा और काला अध्याय था. ഉപരാഷ്ട്രപതി ജഗദീപ് ധങ്കർ അത് ആവർത്തിച്ചു. കഴിഞ്ഞ ദിവസം ചുമതലയേറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യ പ്രസംഗത്തിൽ സ്പീക്കർ ഓം ബിർള നടത്തിയ പരാമർശത്തിൽ കടുത്ത പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തുവന്നു. സൗഹൃദ സന്ദർശനത്തിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ സ്പീക്കറെ സന്ദർശിച്ച ഇന്ത്യ സഖ്യ നേതാക്കൾ ഇക്കാര്യത്തിൽ എതിർപ്പറിയിച്ചു. പാർലമെന്റിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇത്തരമൊരു പരാമർശം ചെയറിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നും വിഷയം ഗുരുതരമെന്നും ചൂണ്ടിക്കാണിച്ച് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ സ്പീക്കർക്ക് കത്തയച്ചു. 24, ഡൽഹി. ഭരണ പ്രതിപക്ഷ പോരാട്ടത്തിന്റെ കേന്ദ്രമായി വീണ്ടും ചെങ്കോൽ രാഷ്ട്രീയം. നയപ്രഖ്യാപന പ്രസംഗത്തിനെത്തിയ രാഷ്ട്രപതിയെ ചെങ്കോൽ കൊണ്ട് എതിരേറ്റതാണ് വിവാദങ്ങൾക്ക് തുടക്കം. പാർലമെന്റിൽ ചെങ്കോലിന് പകരം ഭരണഘടന സ്ഥാപിക്കണമെന്ന് സമാജ്വാദി പാർട്ടി ആവശ്യപ്പെട്ടു. പ്രതിപക്ഷം തമിഴ് സംസ്കാരത്തെയും ചെങ്കോലിനെയും അവഹേളിക്കുന്നുവെന്ന് BJP കുറ്റപ്പെടുത്തി. സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ പാർലമെന്റിലെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സ്വീകരിക്കുന്ന ചടങ്ങിൽ പതിവ് ആചാരക്രമങ്ങൾക്കൊപ്പം ഇത്തവണ ചെങ്കോലും ഇടം പിടിച്ചു. सेंगोल की अगुवाई में निचले सदन के कक्ष तक बढ़ती हुई राष्ट्रपति द्रौपदी मुर्मू, साथ में उपराष्ट्रपति जगदीप धनखड़. ഇതോടെയാണ് ചെങ്കോൽ രാഷ്ട്രീയം വീണ്ടും ചർച്ചയായത്. രാജഭരണത്തിന്റെ ചിഹ്നമായ ചെങ്കോലിന് ജനാധിപത്യത്തിൽ ഇടമില്ലെന്നും ചെങ്കോൽ മാറ്റി പകരം ഭരണഘടന സ്ഥാപിക്കണമെന്നും സമാജ്വാദി പാർട്ടി MP RK ചൗധരി ആവശ്യപ്പെട്ടു. പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും ഈ ആവശ്യം ഉന്നയിച്ചു. കോൺഗ്രസും RJDയും ഈ നിലപാടിനെ പിന്തുണച്ചു. പ്രതിപക്ഷം തമിഴ് സംസ്കാരത്തെയും ചെങ്കോലിനെയും അവഹേളിക്കുന്നുവെന്ന ആരോപണവുമായി BJP രംഗത്തെത്തി. പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് തിരുവാടുതുറൈ അധീനത്തിന്റെ പ്രതിനിധി കൈമാറിയ ചെങ്കോലിന്റെ പേരിലാണ് വിവാദം. പുതിയ പാർലമെന്റ് മന്ദിരം രാജ്യത്തിന് സമർപ്പിച്ചതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി ലോക്സഭാ സ്പീക്കറുടെ കസേരയ്ക്ക് താഴെ ചെങ്കോൽ സ്ഥാപിച്ചത്. 24, ഡൽഹി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ CBIയുടെ ആദ്യ അറസ്റ്റ്. പറ്റ്നയിൽ നിന്നാണ് 2 പ്രതികൾ പിടിയിലായത്. ജന്തർ മന്ദിറിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ചു നീക്കി. നീറ്റ് വിഷയം പാർലമെന്റിൽ ഉയർത്താൻ ഇന്ത്യ സഖ്യ യോഗത്തിൽ തീരുമാനമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചക്കേസിൽ അന്വേഷണം ഊർജിതമാക്കിയ CBI മനീഷ് പ്രകാശ്, അശുതോഷ് എന്നിവരെ പട്നയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. മെയ് 4 പരീക്ഷാ ദിവസം വിദ്യാർത്ഥികൾക്ക് താമസ സൗകര്യം ഒരുക്കിയവരെയാണ് അറസ്റ്റ് ചെയ്തത്. കേസുമായി നേരിട്ട് ബന്ധമുള്ള 10 പേരെ ജാർഖണ്ഡിൽ നിന്ന് കസ്റ്റഡിയിലും എടുത്തിട്ടുണ്ട്. ഹസാരിബാഗിലെ സ്കൂൾ പ്രിൻസിപ്പലിന് പിന്നാലെ ജീവനക്കാരെയും CBI കസ്റ്റഡിയിലെടുത്തു. ചോദ്യപേപ്പർ പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് അലക്ഷ്യമായി എത്തിച്ച റിക്ഷ ഡ്രൈവറെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നീറ്റ് പരീക്ഷാ ക്രമക്കേട് വിഷയത്തിൽ ഡൽഹിയിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധം സംഘർഷഭരിതമായി. കേരളത്തിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ലാത്തിചാർജിൽ മർദ്ദനമേറ്റു. പാർലമെന്റിലെ ഇരുസഭകളിലും നെറ്റ് പരീക്ഷാ ക്രമക്കേട് വിഷയം ഉന്നയിക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ തീരുമാനമായത്. പ്രതിപക്ഷ പാർട്ടികൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയും സഭയിൽ ആവശ്യപ്പെടും. ബീഹാർ പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗത്തിന് നിർണായക വിവരങ്ങൾ കൈമാറുന്നതിൽ NDA വൈമുഖ്യം കാണിച്ചുവെന്ന് CBI ആരോപിച്ചു. 24, ഡൽഹി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ഡൽഹിയിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ യൂത്ത് കോൺഗ്രസ് എറണാകുളത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. റോഡ് ഉപരോധിക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് മാറ്റി. ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.